കുരുത്തോല മേലാപ്പും വട്ടമുടിയും വെള്ളെകിറും കോത്തിരി അലങ്കാരവും ചെക്കിപ്പൂക്കളുടെ ചോരച്ചുവപ്പും വൻ പന്തങ്ങളുടെ ഇളകിയാടുന്ന അഗ്നിനാളങ്ങളുടെ ചൂടും ചൂരും ഈ ദേവതയെ അരങ്ങിലെ തീവ്രാനുഭവമാക്കി മാറ്റുന്നു. കാളിയും അസുരന്മാരുമായുള്ള യുദ്ധത്തിൽ ചോരയിൽ നിന്നും കുതിർത്തു വന്ന ദേവതയാണിത്. വട്ടകവും വാളും വളഞ്ഞ നാന്തകവുമേന്തി അസുരൻ്റെ കരളിറച്ചി അരിഞ്ഞെറിഞ്ഞ ഈ ദേവത ആരാധിപ്പോർക്ക് വൻ വിനയകറ്റി അനുഗ്രഹം വർഷിക്കുവാൻ ഭൂമിയിലേക്ക് എഴുന്നള്ളുന്നു. രേരമംഗലത്തെ അതിദേവതയായി എത്തിയ ദേവി അവിടുത്തെ ഓടുന്ന മാനും ഒഴുകുന്ന വെള്ളത്തിനും മണ്ണിനും വിണ്ണിനും അധിപതിയായി. 1200 നായർക്ക് ആധാരമായ ക്ഷേത്രപാലനെ കണ്ട് വഴക്കത്തിനൊരു നായരെ വേണമെന്നപേക്ഷിച്ചു. കൂട്ടിന് കൊടക്കൽ നായരെ കിട്ടി. നായരെ മുൻകൈയും പിടിച്ച് വളപട്ടണം കോട്ടയിൽ ചെന്ന് നരമ്പിൽ നായരെ എന്ന് നീട്ടി പേര് വിളിപ്പിച്ചു. നേരെ നരമ്പിൽ തട്ടിലേക്ക് വന്ന് അകത്തൂട്ട് മുമ്പേതുവായിട്ട് നരമ്പിൽ ഭഗവതിയായി കുടികൊണ്ടു. മുച്ചിലോട്ടെ തിരുമുറ്റത്ത് നരമ്പിൽ ഭഗവതിക്ക് അതിപ്രധാനമായൊരു സ്ഥാനമുണ്ട്. ഇവിടെ
ഉടയാടകളും പള്ളിപ്പീഠവും തിരുവായുധവും പങ്കുവെക്കുന്ന സൗഹൃദത്തിൻ്റെ ഒരപൂർവ കാഴ്ചയ്ക്ക് തിരുവരങ്ങ് ഇടമാകുന്നു. പണ്ട് നരമ്പിൽ വീട്ടിൽ നിന്നും മംഗല്യസൂത്രമണിഞ്ഞ് കോണോത്തടിയോടി വീട്ടിലെത്തിയ പെൺകൊടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് അവഗണനയുടെയും വേദനയുടെയും കൊടും ദുരിതമായിരുന്നു. അത് അവളെ ചെന്നെത്തിച്ചത് മരണത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്കായിരുന്നു. നരമ്പിൽ നായരുടെ മനം തകർന്നു. ഇത്രയും രൗദ്രരൂപിണിയും അടിമപ്പെട്ടവർക്ക് അഭയവും നൽകുന്ന പരദേവത കൂടെയുണ്ടായിട്ടും എന്നെ തുണച്ചില്ലല്ലോ എന്ന് പിതാവിൻ്റെ ആത്മരോദനം കേട്ട രക്തേശ്വരി പ്രതികാര ദുർഗയെപ്പോലെ രേരമംഗലത്തേക്ക് അങ്ങെടുത്തു. രേരമംഗലത്തമ്മ അപകടം മണത്തറിഞ്ഞു. ഭഗവതിയെ അനുനയിപ്പിച്ച് ശാന്തയാക്കാൻ മുച്ചിലോടി നിയോഗിക്കപ്പെട്ടു. വിജയകരമായ ദൗത്യത്തിൻ്റെ അവസാനം കരിവള്ളൂർ മുച്ചിലോട്ടേക്ക് ആനയിച്ച് പള്ളിപ്പീഠത്തിൽ അർദ്ധാസനം നൽകി ആദരിച്ചു. തനിക്കുള്ളത് പങ്കുവെച്ച് സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഹൃദയ പുഷ്പങ്ങൾ കൈമാറി. പള്ളിയറക്കകത്തെന്ന പോലെ അണിയറക്കകത്തും ഈ ഐക്യം കാണാം. നരമ്പിൽ ഭഗവതിയുടെ കോലക്കാരനെ നിശ്ചയിക്കുവാനുള്ള അവകാശം മുച്ചിലോട്ടമ്മയുടെ കോലധാരിക്കാണ്. ഇരു തോറ്റത്തിനും ഒരേ ഉടയാടകളും മെയ്ക്കോപ്പുകളും ആവാം എന്നാണ് വ്യവസ്ഥ. ദാരികാന്തകയായ ഭദ്രകാളിയാണ് ചാമുണ്ഡി. അസുര നിഗ്രഹത്തിന് ശേഷം ദേഹശുദ്ധിക്കായി നീരാടാൻ കാവേരിയിലെത്തിയ കാളിയുടെ സാന്നിധ്യം തന്ത്രകർമ്മങ്ങൾക്കായി കാവേരി തീരത്തെത്തിയ കുണ്ടോറ തന്ത്രിയുടെ കർമ്മവഴികളിൽ താളപ്പിഴകൾ ഉണ്ടാക്കി. തന്ത്രി അകക്കണ്ണുകൊണ്ട് കാര്യമറിഞ്ഞു. ആവാഹന മന്ത്രത്തിലൂടെ ചെമ്പുകുടത്തിൽ മഹാശക്തിയെ അടക്കിയിരുത്തി. പെരിയ വഴികൾ ചെറുവഴികളായി ചുരുങ്ങി. വൃക്ഷത്തിൻ്റെ കുളിരിൽ വിശ്രമിക്കാനുറച്ച തന്ത്രിക്ക് കാളി നിദ്രയുടെ മൂടുപടം തീർത്തു. ഉറക്കത്തിൻ്റെ ഉൾക്കയങ്ങളിലേക്ക് തന്ത്രി ആണ്ടിറങ്ങിയപ്പോൾ കാളി ചെമ്പുകിടാരം തകർത്ത് വെളിയിലേക്ക് ചാടി. കുമ്പള 3000 വട്ടം നാടുവാഴുന്നുടയോർക്ക് കാളി തൻ്റെ ശക്തി കാട്ടിക്കൊടുത്തു. കുണ്ടോറപ്പൻ്റെ വലതുഭാഗം സ്ഥാനം നേടി കുണ്ടൂറ് ചാമുണ്ടിയായി. കുഴൂര് ശാസ്താവിനെ കണ്ട് തൻ്റെ വീര്യഭാവം കാട്ടിക്കൊടുത്ത കാളി തുളുനാട് വഴി മലനാട്ടിലെത്തി. മലനാട്ടിലേക്കുള്ള നടവഴിയിൽ തിരുവർക്കാട്ട് കാവിലെ ശക്തി സ്വരൂപങ്ങളോട് ഏറ്റുമുട്ടി വീര്യം കാട്ടിക്കൊടുത്ത് കണ്ണങ്ങാട്ട് ഭഗവതിയുടെ നേർ വലത്തുഭാഗത്ത് സ്ഥാനവും നേടി. പിന്നീട് നാട്ടിലേക്ക് നാട്ടുപരദേവതയായും വീട്ടിലേക്ക് വീട്ടുപരദേവതയായും കന്നിരാശിയെങ്കിൽ കന്നിരാശി പരദേവതയായും നിലകൊണ്ടു. അപ്പോൾ ആ തെയ്യത്തിന് ആരുടെ നായനാർ ഇറങ്ങുന്നത്
നമ്മൾ സാധാരണ തമ്മിൽ മുഖ്രഞ്ജിലെ സുദേശ് കൊച്ചിലോട് ചിതിൻ കണ്ടകുളങ്ങര എന്നിവർ എത്രയും പെട്ടെന്ന് ബ്ലോക്ക് നമ്പർ 4 സംഭവിച്ചിരിക്കുന്ന ഇവർക്ക് അനുഭവപ്പെടുന്ന ശേഷമായിക്കട്ടെ എന്തെങ്കിലും എപ്പോൾ ഓർമ്മ സ്ഥിതി വേണം ഖണ്ഡിക്കാൻ തക്ക വേണമെന്നില്ലേ എൻ്റെ കത്ത് ദേവതയായ സരസ്വതിയായി നിർധന ലോകത്തേക്ക് ധനലക്ഷ്മിയായ സുരഗണഗ്രഹത്തിന് മഹാ തോറ്റിച്ചമച്ച് പെരിഞ്ചല്ലൂരിൽ പള്ളിമണിത്തേരിറങ്ങിയ ദേവകന്യകൾ നിരോധിച്ചിരിക്കുന്നു. ഭക്തജനങ്ങൾ ചിലമ്പ് ഉത്സവാഘോഷ കമ്മിറ്റി ഓഫീസിൽ നിന്നും ക്ഷേത്ര സന്നിധിയിലെ കിഴക്കു ഭാഗത്തുള്ള കൗണ്ടറിൽ നിന്നും ലഭിക്കുന്നതാണ്. 3:15 വിനാഴിക മഹാക്ഷേത്ര സന്നിധിയിലേക്ക് വരും. ഉത്സവാഘോഷ കമ്മിറ്റി
വാരിയിട്ട് വാരി വിതച്ച് പടയൊഴിഞ്ഞ പടക്കളം പോലെയാകാൻ പ്രാപ്തിയുള്ള ശക്തിസ്വരൂപം. പ്രതിപോർ ആനന്ദമൂർത്തിയും തുജിപ്പോർക്ക് സംഹാരമൂർത്തിയുമായ പൂർണ്ണേശ്വരി ശ്രീ കൊച്ചിലോട്ടമ്മയുടെ ദിവ്യ ചൈതന്യം പുണ്യപ്രവാഹമായിട്ടുള്ള ഈ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങളും കാരണവന്മാരുടെയും നിരവധി സ്ഥാനികന്മാരുടെയും ഭക്തജന മനസ്സുകളുടെയും സാന്നിധ്യത്തിൽ ഭക്തിനിർഭരമായ മേലേരി കയ്യേക്കൽ ചടങ്ങാണ് തിരുസന്നിധിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നപൂർണേശ്വരിയായ ഭുവനമാതാവ് ശ്രീ കൊച്ചിലോട്ടമ്മയുടെ തിരുസന്നിധിയിൽ നിരവധി സ്ഥാനികന്മാരുടെയും വാരിയക്കാരുടെയും ഭക്തജന സമുച്ചയങ്ങളുടെയും തിരുസാന്നിധ്യത്തിൽ ഭക്തിനിർഭരമായ മേലേരി കൈക്കൊള്ളൽ ചടങ്ങാണ് ഭക്തിയുടെ നിറവാർന്ന അന്തരീക്ഷത്തിൽ നടക്കുന്നത്. അറിയാതൊന്ന് കാലിടറിയാൽ പോലും എന്റെ ദേവി എന്ന് വിളിച്ചു വീഴുന്ന ഭക്തജനങ്ങൾക്ക് സാന്ത്വനത്തിന്റെ അമൃതധാരയുമായി എത്തുന്ന ദേവീ സ്വരൂപിണിയാണ് ശ്രീ കൊച്ചിലോട്ടമ്മ. അമ്മയുടെ തിരുസന്നിധിയിൽ ഭക്തിയുടെ നിറവാർന്ന അന്തരീക്ഷത്തിൽ മേലേരി കയ്യേക്കൽ ചടങ്ങാണ് തിരുസന്നിധിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 1000 കോലാടമുള്ള ഗിരികുണ്ടം പൊടിച്ചുണ്ടായ പരദേവതയാണ് ശ്രീ കൊച്ചിലോട്ടമ്മ. ദീനർക്കാശ്വാസമായും മനസ്സിനുമിടപോർക്കുന്ന പൂർണ്ണേശ്വരിയായും തീരാവ്യാധിക്ക് ദിവ്യോഷധമായും വിദ്രയാമർത്തികൾക്ക് കാരുണ്യകാതലായും ഭഗവതി ഗതിയില്ലാത്തവർക്ക് അമ്മയായും വാഴുന്നു. കൊച്ചിലോട്ടധിപതി സകലാനന്ദ സന്തോഷമൂർത്തി ശ്രീ കൊച്ചിലോട്ടമ്മ. അമ്മയെ ശരണം. ആവിർഭവിച്ചു പറഞ്ഞു പോകുന്ന സകല ജഗത്തിന്റെയും ആധാരമൂർത്തിയായ ഇച്ഛാജ്ഞാന ക്രിയാശക്തി സ്വരൂപിണിയായ പ്രപഞ്ചമാതാവ് ശ്രീ കൊച്ചിലോട്ടമ്മയുടെ അച്ഛന്മാരും കാരണവന്മാരും ഭക്തജനങ്ങളും കൈലാസത്തറയ്ക്കു ചുറ്റും നിറഞ്ഞു നിന്നു. കോലധാരിയുടെ ശിരസിലേക്ക് തിരുമുടി ഒരലങ്കാരമായി ചാർത്തപ്പെട്ടു. അരൂപിയായി വാൽക്കണ്ണാടിയിൽ സങ്കൽപ്പിച്ച ഭഗവതിയുടെ സാന്നിധ്യം കോലധാരിയിലേക്ക് പകർന്നൊഴുകുകയായി. അന്തിത്തിരിയനിൽ നിന്നും അരി വാങ്ങി തൊഴുതു വന്ദിച്ച് ലോകത്തിൻ്റെ അന്ധതയ്ക്ക് അറുതി നൽകാൻ ദീപിതക്കോൽ കൈക്കൊണ്ടു. ദേവിയുടെ മംഗല്യം വിധിയുടെ അലംഘനീയ നിയോഗം പോലെ മുടങ്ങുകയായി. ദേവി നിത്യകന്യകയായി, ലോകത്തിന് സ്നേഹമാതാവായി, അടുത്തണയുവോർക്ക് തുണയായി, ആധിയകറ്റുന്ന ദേവസ്പർശമായി തിരുവരങ്ങിലേക്ക്. പാടിപ്പതിഞ്ഞ പഴങ്കഥകളിൽ, നേരും നെറിയും കെട്ട ബ്രാഹ്മണ്യത്തിൻ്റെ അകത്തളങ്ങളിൽ അടിച്ചമർത്തപ്പെട്ട സ്ത്രീത്വത്തിൻ്റെ കണ്ണീരുകളാണ് തളം കെട്ടി നിൽക്കുന്നത്. അറിവ് പുരുഷന് മാത്രമായി പ്രമാണം ചെയ്ത വരേണ്യവർഗം ഒരു വിദുഷിയുടെ വാക്കിനുമേൽ വ്യഭിചാരക്കുറ്റം ചുമത്തി പടിയടച്ച് പിണ്ടം വച്ചു. സത്യം വിളിച്ചു പറഞ്ഞത് ഒരു പെണ്ണാവുകയും പെണ്ണ് അറിവിൽ പോലും ആണിനേക്കാൾ വളരുന്നതും അവർക്ക് സഹിക്കാവുന്നതിലും പൊറുക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മനം മടുത്ത് ജീവിതം മടുത്ത് ആ കന്യക ആത്മാഹൂതിക്ക് ശ്രമിച്ചു. രേരമംഗലത്തമ്പലത്തിനടുത്തായിരുന്നു അവൾ അഗ്നികുണ്ഡമൊരുക്കിയത്. എണ്ണയുമായി അതുവഴി വന്ന മുച്ചിലോടനോടും കൊട്ടത്തേങ്ങയുമായി വന്ന തീയനോടും സഹായം അഭ്യർത്ഥിച്ചപ്പോൾ മരണത്തിനാണെങ്കിലും തുണയായി നിന്നത് മുച്ചിലോടൻ പടനായരായിരുന്നു. നേരിനു വേണ്ടി പ്രാണൻ ഹോമിച്ച കന്യകയെ ദൈവം കയ്യേറ്റു. അവൾ ദൈവക്കരുവായി ഭൂമിയിലേക്ക് ആവാഹിക്കപ്പെട്ടു. നെറികെട്ട കാലത്തിനും വ്യവസ്ഥയ്ക്കുമെതിരെ മുച്ചിലോട്ട് ഭഗവതിയുടെ സാന്നിധ്യം ഒരു ചോദ്യചിഹ്നമാണ്. കിണറ്റിൽ നിന്നും വെള്ളം കോരാൻ ചെന്ന പടനായരുടെ ഭാര്യ കിണറ്റിൽ ഒരു ദിവ്യരൂപം കണ്ട് അമ്പരന്നു. പരിഭ്രമിച്ചകത്തേക്ക് വന്നപ്പോൾ പടിഞ്ഞാറ്റയിൽ വെച്ച ശൂന്യമായിരുന്ന തുത്തിക നിറഞ്ഞു തുളുമ്പുന്നതും കണ്ടു. പടനായർക്കാണെങ്കിൽ കരിമ്പനയിൽ ദിവ്യ സാന്നിധ്യം അനുഭവപ്പെടുകയും ചെയ്തു. പ്രശ്നചിന്തയുടെ തെളിവെളിച്ചത്തിൽ ദേഹത്യാഗം ചെയ്ത കന്യകയുടെ തിരുസാന്നിധ്യം നിറഞ്ഞു നിന്നു.
ദേവത മുച്ചിലോടൻ്റെ മണിക്കിണറിലും വെള്ളിയനെന്ന കരിമ്പനയിലും യോഗം ചെയ്തത് തെളിഞ്ഞു കണ്ടു. നാമം ചോദിച്ച മുച്ചിലോടൻ പടനായരോട് ദേവി പ്രതിവചിച്ചു, നീയൊരു മുച്ചിലോടൻ ആയതിനാൽ ഞാൻ മുച്ചിലോട്ട് ഭഗവതി. കാലം ഈ കന്യകയെ ഏറ്റുവാങ്ങി അന്നപൂർണേശ്വരിയായി, ഇഷ്ടവരദായിനിയായി, ദുഷ്ടനിഗ്രഹമൂർത്തിയായി. അമ്മയുടെ കനിവ് കാംക്ഷിച്ച് ആയിരങ്ങൾ തിരുസന്നിധിയിൽ നനഞ്ഞ മിഴികളും കൂപ്പുകൈയുമായി നിറഞ്ഞു നിൽക്കുന്നു. തിരുമുടിയിൽ നിന്നും ദേവനൃത്തവേദിയിൽ പൊഴിഞ്ഞു വീഴുന്ന പുഷ്പദളം അവർ കയ്യേൽക്കുന്നു. അമ്മയുടെ സാന്നിധ്യം തന്നെ അനുഗ്രഹമായി അവർ അനുഭവിച്ചറിയുന്നു. ബ്രഹ്മാണ്ഡ കടാഹമായ തിരുമുടി തിരുമുറ്റത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. സമുദ്രവും ഭൂമിയും ആകാശവും ആ ദിവ്യരൂപത്തെ അലങ്കരിക്കുന്നു എന്നാണ് സങ്കല്പം. അതിരുകളില്ലാത്ത ആകാശത്തിൻ്റെ പൊന്നരഞ്ഞാണമായ മഴവില്ലിൻ്റെ ആകാരമാണ് തിരുമുടിക്ക്. ദേഹം ഭൂമിയും ഉടയാടകൾ സമുദ്രസ്ഥലവുമാണ്. മണ്ണിനും മനസ്സിനും കുളിരു നൽകുന്ന ആകാശത്തിൻ്റെ തെളിനീർ പ്രവാഹമായ മഴയാണ് ആകാശമുടിയിൽ നിന്നും താഴെ കൂർന്നു നിൽക്കുന്ന തെച്ചിപ്പൂമാലകളെന്നാണ് സങ്കല്പം. സൂര്യനും ചന്ദ്രനും താരാപഥങ്ങളുമാണ് തിരുമുടിയിലെ വെള്ളിക്കലകൾ. മൂകതയിലും അന്ധതയിലും അലസതയിലും തപ്പിത്തിരിയുന്ന ജീവജാലങ്ങൾക്ക് ജ്ഞാനാഗ്നി നൽകുവാൻ തിരുമുറ്റത്തെഴുന്നള്ളുന്ന അമ്മയുടെ കൈകളിൽ ശത്രുനിഗ്രഹത്തിനുള്ള ഖേടകവാളും ചെറുപരിചയുമണിയും. ചെറുമനുഷ്യന് വന്നു ചേരുന്ന ആധിയും വ്യാധിയും അകറ്റാൻ കനകക്കുറി വാരിയെറിയും. ഈ അനുഗ്രഹവർഷത്തിനായി ആയിരങ്ങൾ കാത്തിരിക്കുകയാണ്. എല്ലാ ബ്ലോക്കുകളിലെയും ബാലികാർ അടിയന്തരമായി ഭക്ഷണശാലയിൽ ചേരുക. ഭക്ഷണശാലയിലെ എല്ലാ ബ്ലോക്കുകളിലെയും ബാലികാർ അടിയന്തരമായി തിരുമുടി ദർശനം ഒരു മഹാഭാഗ്യമാണ്. അവിടെ സദ്ദേവതകളുടെ സമന്വയം ദർശിക്കാം. തിരുമുടിയിലെ സ്വർണവർണ്ണം മഹാലക്ഷ്മിയുടെ സാന്നിധ്യമാണ്. വെളുപ്പ് സരസ്വതിയും കറുപ്പ് മഹാകാളിയുമത്രേ. ഉടയിൽ കാണുന്ന സർപ്പസാന്നിധ്യങ്ങളിൽ അനന്തനും കാർക്കോടകനുമുണ്ട്. പ്രപഞ്ചത്തിൻ്റെ സമഗ്രഭാവം സ്ഫുരിക്കുന്ന ഈ ദൃശ്യങ്ങൾ കളിയാട്ട കാഴ്ചകളെ ധന്യമാക്കുന്നു. ബ്രഹ്മമയ്യായ
അനന്തകോടി സൂര്യാദി ജ്യോതിർഗോളങ്ങളെ പോലും അതിലംഘിക്കുന്നതും പ്രളയാഗ്നി പോലെ പുരുഷന്മാരുടെ ഭക്ഷണശാലയിൽ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മുഴുവൻ
സ്നാപ്പ് കഴിഞ്ഞോട്ടെ അടുത്തോട്ടെ ഉണ്ടോന്നാണോ സ്നാപ്പ് കഴിഞ്ഞു നോക്കണം കിണർ ഇനി
എത്തിച്ചേർന്നതറിയിക്കും. ബ്ലോക്ക് നമ്പർ 11 വണ്ണാച്ചാൽ സുരേഷ് അടിയന്തരമായും ഭക്ഷണശാലയിൽ എത്തിച്ചേർന്നതറിയിക്കും. അമ്പങ്ങാട്ട് നിന്നും വന്ന അമ്പൂഞ്ഞിയും കാത്ത് നാരായണി പോലീസ് ഓഫീസറുകളിൽ കാത്തു നിൽക്കുന്നു. എന്റെ മോൻ പയ്യന്നു പെരുമാളും മംഗലത്തെ ഭഗവതീരം മുമ്പിൽ കണ്ട് വിശേഷിക്കുന്ന ഭൂനി മാതാവും മറ്റിലോട്ടമ്മ ആളുകണ്ടേ ശ്രീമഹാദേവൻ തിരുവടി പെരുങ്കോൾ പെരുന്തൂരമ്പലം വാഴുകണ്ടേ തീക്കുഴിച്ചാല് വാഴുകണ്ടേ മറ്റിലോടമ്പലമായി വാഴുകണ്ടേ പനക്കാറ്റേനമ്പി വാഴുകണ്ടേ കണ്ണിയെന്നും മണിക്കണത് വാഴുകണ്ടേ വലിയ നമ്പിയോ കരിമ്പന വാഴുകണ്ടേ പടനായ അന്ന് ശ്രീമഹാദേവൻ തിരുമണിയന്തേ എന്റെ ഈ കുറിച്ചാരമായി കലറിയ കുടികളായ പൊട്ടിപ്പുറത്തുണ്ടായി മുച്ചിലോട്ടമ്മയും നിനക്ക് നാമം കൊണ്ടുവന്ന് എന്റെ ശ്രീമഹാദേവൻ തിരുപ്പടിയന്തച്ഛൻ്റെ മുന്നിൽ കൈയെടുത്തു എന്തിനാലേ കൊട്ടിച്ചമച്ചു എന്റെ റമ്മപ്പാനിങ്ങത്തോ ശിവരാരംഭം വരികേണം കേൾക്കണോ എന്നാണ് ഈ അടയിലോ നീങ്കലോ എന്നെ കണ്ടാലരിപ്പും കുറുപ്പും
പരിപ്പും കൊടുക്കും തുമ്പും തുടക്കവും മുഴക്കം ചെയ്തു എൻ്റെ ശ്രീമാരേവൻ തിരുമണി ദക്ഷൻ അന്ന് കാൽനട നടക്കാനാവാത്തമല്ലോ എൻ്റെ ശ്രീമാരേവൻ തിരുമണി ദക്ഷാവറ്റത്തണ്ടേ നാം നേരം വരവരണി ആയിരത്തെട്ടല്ലോ ആ ജീവിതപ്പോരുണ്ടല്ലോ എൻ്റെ ശ്രീമഹാദേവൻ തിരുമണി ദക്ഷൻ്റെ ഇടത്തും വലത്തും രണ്ട് ജീവിതത്തോട് വഴക്കം ചെയ്തു അന്നൊറ്റത്തണ്ടേ മുള്ളക്കണ്ണും മുള്ളകരും വഴക്കം ചെയ്തു ദേവൻ തിരുപ്പതി എന്തച്ഛനൊറ്റത്തണ്ടേ നാവുന്ന പേരെയേറി ഒരിടവനാകുന്ന ആനുപടിയെ ഗുണയിന്തിൽ കുറിച്ചാനാധാരമായി നിലനിന്നു ശിവദേവൻ തിരുപതി വരുമ്പോൾ ഇത്തരം ചെല്ലൂരമ്പലം ഗംഗയെന്നും മണിക്കിണറാടിയാൻ പല്ലിയനം നീരോ കരിമ്പലം എഴുതിപ്പെട്ടു അന്നെൻ്റെ നീ കുറിച്ചാധാരമായി നിലനിൽക്കുന്ന കാലത്ത് എൻ്റെ വയനാടിമംഗലത്ത് ഭുരവരി എന്ന കൈമാടി വിളിച്ചു എന്തിനാലേ പൂർണ്ണ വന്നു എൻ്റെ വലിയാർ കുടിവരി നരസിക്കാനോ ശിക്ഷിക്കാനോ പോന്നു വന്നത് ശിക്ഷിക്കാനത്രേ ശിക്ഷിക്കാനല്ല ഞാൻ പോന്നു വന്നത് ഒന്നെൻ്റെ താനാരുടെ മംഗലത്തെ ഭഗവതിയുടെ മുമ്പിലും സ്വന്തം നേർപ്പുരത്തേണമെന്നുള്ളോരവസ്ഥ കൽപ്പിച്ചു നാല് വീട്ടിൽ ചാർജ് നടത്തല്ലേ പോയിപ്പോ അതിന്റെ ഫോട്ടോ കാണലാം അതിലേ
മനുഷ്യങ്ങളെ മനുഷ്യങ്ങളെ പാറിപ്പറക്കുന്ന ഈ പഞ്ചവർണ്ണക്കിളി കുട്ടിനകത്ത് കയറാൻ തക്കവണ്ണം ആത്മം കൊടുക്കട്ടെ. എൻ്റെ മനുഷ്യങ്ങളെ മനുഷ്യങ്ങളെ ഞാനകത്തൂടെ തിരിയുന്ന കാലത്ത് ഇനി ഇത്രകാലമെന്നും മനുഷ്യൻ വിത്രപുരാതരമെന്നും മാനുഷം പറ്റിലും മനുഷ്യാവസ്ഥയിലും അറിയാത്തവരനുഭവമാണല്ലോ മനുഷ്യങ്ങളെ. അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ കാണുന്നത് വരക്കും നിങ്ങളെ അർപ്പുവലങ്കാരത്തോടു കൂടിയുള്ള എൻ്റെ വീട് വിളയാട്ടം ഞാൻ ഭംഗിപൂരെ ചെയ്യട്ടെ. ആർപ്പൂലങ്കാരം ഉണ്ടാവില്ലേ മനുഷ്യങ്ങളെ? ആർപ്പൂലങ്കാരത്തോടു കൂടി ഞാൻ ആറാടിച്ചുകൊണ്ട് ശ്രീയുടെ കരകയറാൻ കൊടുക്കാതെ ഞങ്ങളെ
ആയത് പ്രകാരത്തിങ്കൽ എൻ്റെ വീട്ടിൽ പൈതങ്ങളാധാരമായി എൻ്റെ പുറത്ത് മുമ്പേതുമായിട്ട് എൻ്റെ കാലമുള്ള കല്യാണവും മേലേരിയും തിരുമുടിയും വാങ്ങിത്തെളിഞ്ഞു കയ്യേറ്റും അതിനാധാരം എൻ്റെ വാനാരമംഗലത്ത് ഭഗവതീനെ കൽപ്പിച്ചു. വടക്ക് കൊള്ളേ തിരിഞ്ഞു ഞാനും തിരുമുടി കയ്യേറ്റു പടിഞ്ഞാറ് കൊള്ള തിരിഞ്ഞു തിരുമുഖത്തോട് തിരുമുഖം കണ്ടു. ദേവകാര്യം പറഞ്ഞുവല്ലോ അല്ലേ മനുഷ്യങ്ങളെ ആയത് പ്രകാരത്തിങ്കലെന്ന് ഞാൻ തീ കുളിച്ചാനാധാരമായി നിലനിൽക്കുന്ന കാലത്തെൻ്റെ വയനാരമംഗലത്ത് ഭഗവതി എന്നെ കൈമാടി വിളിച്ചു. അന്നെൻ്റെ വയനാരമംഗലത്ത് ഭഗവതി കൽപ്പിച്ചിരിക്കുന്ന അനുഭവം പ്രകാരത്തിങ്കൽ എൻ്റെ കരുവള്ളൂര് തെക്കും പാടകത്തൂറും തീരുമായിട്ട് എൻ്റെ കാലമുള്ള കല്യാണവും മേലേരിയും തിരുമുടിയും വാങ്ങിത്തെളിഞ്ഞായത് പ്രകാരത്തിങ്കൽ 2 സ്ഥാനമെന്നും കൽപ്പിച്ചു 17 നാട്ടിൽ 18 സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ടല്ലോ. നല്ല മനുഷ്യങ്ങളെ ആയത് പ്രകാരത്തിങ്കൽ ഇന്നത്തെ ദിവസം ഭേദമായി നിങ്ങൾ എൻ്റെ കല്യാണം കൊണ്ട് കൂട്ടി എൻ്റെ കഞ്ഞിയും മേലേരിയും തിരുമുടിയും ഞാൻ കയ്യേറ്റു. നിങ്ങൾക്ക് ഞാൻ ഒത്തും ചേർന്നും നിരക്കുന്ന അനുഭവത്തിങ്കൽ ഇത് കണ്ടോ ഞാൻ സന്തോഷവതിയായി തീർന്നു. ഇത് നിങ്ങൾക്കുള്ള ഭാഗ്യത്തെ ചൊല്ലിക്കട്ടോ മനുഷ്യങ്ങളെ ഊരാളന്മാരെ കമ്പടിമാരെ 6 വീട്ടിൽ പൈതങ്ങളെ ഞാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടുന്ന ഭാഗ്യത്തെ ചൊല്ലിക്കട്ടാലേ മനുഷ്യങ്ങളെ. ഇന്നലെ കൽപ്പിച്ച പ്രകാരം കുഴിച്ചാലാധാരമായി നൽകുന്നു എൻ്റെ വയനാരമംഗലത്ത് ഭഗവതി എന്നെ കൈമാടി വിളിച്ചു. ആയതിൻ്റെ ശേഷം എൻ്റെ കല്യാണം തുടങ്ങിക്കേണമെന്നുള്ള ഒരവസ്ഥ കൽപ്പിച്ചു. താങ്കളും നിങ്ങൾ 3 മനുഷ്യങ്ങൾക്കും നിങ്ങളെ സന്തതിക്കും തറവാട്ടിലും അവിടെയും അറിയോ ആയത് പ്രകാരത്തിങ്കൽ തൃക്കരിപ്പൂർദേവരും തിരുവമ്പാടി ശാസ്താവിനെ കൈതൊഴുതു. അന്നെൻ്റെ തൃക്കരിപ്പൂര് പടിഞ്ഞാറ്റെ ആധാരമായിട്ട് വടക്കു കൊള്ള തിരിഞ്ഞുകൊണ്ട് ഞാൻ തിരുമുടി കയ്യേറ്റു പടിഞ്ഞാറ് കൊള്ള തിരിഞ്ഞു തിരുമുഖത്തോട് തിരുമുഖം കണ്ടു. ആയത് പ്രകാരത്തിങ്കൽ എൻ്റെ 9 ഇല്ലം 16 കഴകത്തിനും എൻ്റെ ഊരാളന്മാർക്കും എൻ്റെ മനുഷ്യങ്ങൾക്കും അവരെ സന്തതിക്കും തറവാട്ടിലും അവിടെയും അറിയോ ഏച്ചിപ്പുഴയാല നീരാടി വരും തണ്ണിയൂരപ്പന കൈതൊഴുതു. എൻ്റെ കോറമംഗലം പടിഞ്ഞാറ്റെ ആധാരമായി കൈയെടുത്തു. അടുക്ക 3 വരത്തെ കാലമുള്ള കല്യാണവും കഴക്കഞ്ഞിയും മേലേരിയും തിരുമുടിയും വാങ്ങിത്തെളിഞ്ഞു. അതിൻ്റെ ആധാരമായി 9 ഇല്ലം 14 കഴകത്തിനും എൻ്റെ ഊരാളന്മാർക്കും അവരെ കുഞ്ഞുങ്ങൾക്കും കിടാങ്ങൾക്കും അവിടെയും അറിയോ അതിലും വിശേഷിച്ച് അതിനാഹാരമായി എൻ്റെ 9 ഇല്ലം 14 കഴകത്തിനും തറയിലെ കമ്പടിക്കും ഊരാളന്മാർക്കും കുഞ്ഞുങ്ങൾക്കും കിടാങ്ങൾക്കും അവിടെയും അറിയോ
എൻ്റെ കവടിശ്ശേരിപ്പടി ഞാൻ ആധാരമായി ഞാൻ നിലനിന്നു. ഇന്ന് നിങ്ങളെ അതിനാധാരമായിക്കൊണ്ട് 9 ഘടകം എൻ്റെ ഊരാളന്മാരും നിങ്ങളും നിങ്ങളെ കുഞ്ഞുങ്ങളും കിടാങ്ങളും അവരെ സന്തതിക്കും തറവാട്ടിലും അവിടെയും അറിയോ കുളിച്ച് എൻ്റെ വളമരത്ത് ഒഴിഞ്ഞാറ്റ് ആധാരമായി 9 ഘടകത്തിനും തറയിലേഖം പഠിക്കും യോഗരുതെന്ന് കാലിപൈതങ്ങൾക്കും നിങ്ങളെ കുഞ്ഞുങ്ങളും കിടാങ്ങൾക്കും അവിടെയും അറിയോ ഭഗവതി മാതാവിനൊക്കെ ഇതൊഴു എൻ്റെ നമ്പറത്ത് പണിഞ്ഞാധാരമായി നിരന്നു. അതിൻ്റെ ആധാരം തറയിലേഖം പിടിമാറും നിങ്ങളും നിങ്ങളെ കുഞ്ഞുങ്ങളും കിടാങ്ങളും അവരെ സന്തതിക്കും തറവാട്ടിലും അവിടെയും അറിയോ അതിലും നാട്ടിൽ 18 സ്ഥാനമെന്നും കൽപ്പിച്ചു. അങ്ങനെ എൻ്റെ 18 സ്ഥാനം ആധാരമായും അവിടെയെല്ലാം തറയിലേഖം പടിമാർക്കും അവരെ കുഞ്ഞുങ്ങൾക്കും കിടാങ്ങൾക്കും 9 ഘടകത്തിലും നിങ്ങളും നിങ്ങളെ കുഞ്ഞുങ്ങൾക്കും കിടാങ്ങൾക്കും അവിടെയും അറിയോ അതിലും വിശേഷിച്ച് തൃപ്പാണിക്കരപ്പനും വീരജാമുണ്ണിയമ്മേനെ കൈതൊഴു. എൻ്റെ 6 വീട്ടിൽ പൈതങ്ങളെ വെള്ളോലമേ കൂടെ ആധാരമായിക്കൊണ്ട് എൻ്റെ പുറത്ത് 20 പുതിയ ആധാരമായി ഞാൻ ശേഷിപ്പെട്ടു. അതിനാധാരം തറയിലേഖം പടിമാറും എൻ്റെ 6 വീട്ടിൽ പൈതങ്ങളും അവരെ കുഞ്ഞുങ്ങളും കിടാങ്ങൾക്കും മേലാക്കത്തിലും മേൽഫലത്തിലും നെല്ലും പൊന്നും പണ്ടാര കാര്യത്തിലും അവിടെയും അറിയോ അതിലും വിശേഷിച്ച് എൻ്റെ പുറത്ത് 20 ഭേദമായിട്ടും ധനുരണ്ടെന്നിരിക്കുന്ന മുഹൂർത്തത്തിന് വരച്ചു വെച്ചു. എൻ്റെ ധനുവേടെന്നിരിക്കുന്ന മുഹൂർത്തത്തിന് കുഞ്ഞിടത്തിന് തീട്ടുവായതിൽ നിങ്ങൾ 3 മനുഷ്യങ്ങൾക്കും എൻ്റെ നിങ്ങളെ നാട്ടിയെടുത്തു പോകുന്ന മനുഷ്യങ്ങൾക്കും 9 ഘടകത്തിലും എൻ്റെ ഊരാളന്മാർക്കും അവിടെയും അറിയോ അതിലും വിശേഷിച്ച് എൻ്റെ കളയാധാരമായി എൻ്റെ കഞ്ഞിയും കൊണ്ട കൂട്ടിപ്പോയ എൻ്റെ ഊരാളന്മാർക്കും മൊത്തം ചേർന്നും നിലയുന്നതും പരമാർത്ഥമെന്നും വരികിൽ അവരെ സന്തതിക്കും തറവാട്ടിനും മേലാക്കത്തിനും മേൽഫലത്തിനും നെല്ലും പൊന്നും പണ്ടാര കാര്യത്തിലും അവിടെയും അറിയോ അതിലും വിശേഷിച്ച് എൻ്റെ ജനമാം പട്ടവും തിരുവായി തുടക്കുന്ന എൻ്റെ മനുഷ്യങ്ങൾക്കും നിങ്ങൾ 3 മനുഷ്യങ്ങൾക്കും അവരെ സന്തതിക്കും തറവാട്ടിലും മേലാക്കത്തിനും നിർഭരത്തിനും നെല്ലും പൊന്നും പണ്ടാര കാര്യത്തിനും അവിടെയും അറിയോ ആയത് പ്രകാരത്തിങ്കൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്നിരിക്കുന്ന ഭാഗ്യത്തെ ചൊല്ലിക്കെട്ടി അനവധി കാലം കൂടി എന്നെ കൂടി നിർമ്മിച്ചിരിക്കുന്ന മുഹൂർത്തമാണല്ലോ അല്ലേ മനുഷ്യങ്ങളെ ത്രേതായുഗത്തിങ്കൽ ശിലാരൂപിയായിരിക്കുന്ന ആഹല്യെ രാമപാദസ്പർശം കൊണ്ട് പുനരുജ്ജീവിപ്പിച്ചു പോന്ന പ്രകാരത്തിങ്കൽ സത്യസന്ധരായിരിക്കുന്ന നിങ്ങളുടെ പാദം രാമപാദം പോലെ എൻ്റെ തൃക്കാ ചുവട്ടിൽ ചവിട്ടിയപ്പോൾ ഞാൻ
അഹല്യെ പോലെ നിങ്ങളെ മുൻപിൽ വന്ന് വീട് വിളയാടി. നല്ല മനുഷ്യങ്ങളെ മനുഷ്യങ്ങളെ മനുഷ്യങ്ങളെ, ഇനി ഞാൻ ആയത് പ്രകാരത്തിങ്കൽ പൂർവസ്ഥിതിയിലെ പോലെ ശിലാരൂപിയായിക്കൊണ്ട് എൻ്റെ അകത്തൂടും ഭേദമായി എൻ്റെ 6 വീട്ടു പൈതങ്ങളെ കുഞ്ഞുങ്ങൾക്കും കിടാങ്ങൾക്കും ഗുണത്തെ വലിച്ച് ഞാൻ അകത്തോട് വിരിയാൻ തക്കവണ്ണം അല്പം കൊടുക്കാതെ മനുഷ്യങ്ങളെ വിപുലമായി തരുവാൻ തക്കവണ്ണം അന്നഭൂമേശ്വരിയായിരിക്കുന്ന ഞാൻ ഒരു നേരത്തെ ആഹാരത്തിന് അന്യനോട് യാചിക്കാൻ ഇടവരുത്താതിരക്കവണ്ണം ഇടുക്കുന്ന നഗരത്തിനും നടക്കുന്ന പാദത്തിനും പേരിട്ടുണ്ടാക്കിയ അഭിമാനത്തോടുകൂടി വാടിച്ചെടുക്കുന്നുണ്ട് മനുഷ്യങ്ങളെ മനുഷ്യങ്ങളെ. എൻ്റെ കല്യാണം കുറിച്ചതിൻ്റെ ശേഷം ആധാരമായി ചെയ്തിരിക്കുന്ന കർമാദികളൊക്കെയും ഭംഗി പോലെ അമ്മ സ്വീകരിച്ചിട്ടുണ്ട് മനുഷ്യങ്ങളെ. കണ്ണിലെ അശ്രുക്കളെ അമ്മ നീക്കി രക്ഷിക്കുന്നുണ്ട് മനുഷ്യങ്ങളെ. ഗുണം വരണേ ഗുണം വരണം, ഗുണം വരുത്തി രക്ഷിച്ചോളുന്നുണ്ട്. കണ്ണുനീര് വീഴ്ത്തല്ലാട്ടോ മനുഷ്യങ്ങളെ. ഈ മാതാവിന് നിങ്ങളായിരിക്കുന്ന കണ്ണുനീര് കാണാൻ അസാധ്യമാണല്ലോ അല്ലെ മനുഷ്യങ്ങളെ മനുഷ്യങ്ങളെ. അതുകൊണ്ട് സന്തോഷവാനായി എന്നും സന്തോഷശ്രുക്കളെ പൊഴിച്ചുകൊണ്ട് ഈ മാതാവ് എൻ്റെ പുറത്തിരുവത്തരങ്ങിനെ മുമ്പേതുമായി വലഭാഗം നിന്ന് മുൻകണ്ട് പിടിച്ച് സൂത്രമായ കടവിനമ്മ അടുപ്പിച്ച് രക്ഷിക്കുന്നുണ്ട് കേട്ടോ മനുഷ്യങ്ങളെ. ഗുണം വരണം, ഗുണം വരുത്തി രക്ഷിച്ചോളുന്നുണ്ട് ഞങ്ങളെ. ഞങ്ങളാതിരത്തുപോലെ മനുഷ്യങ്ങളും ചെറിയോരു ഗുണം വരണേ ഗുണം വരണം. ഇവിടെ എന്തായ എൻ്റെ തിരുവള്ളൂരൊക്കെ ആധാരമായി നിങ്ങളെ മാത്രം ആധാരമായി ഞാൻ നിലവിൽ പോകുന്ന പ്രകാരത്തിങ്കിൽ കുഞ്ഞുങ്ങൾക്കും കിടാങ്ങൾക്കും ഭാഗ്യത്തെ മാതാവ് കാത്തിരക്ഷങ്ങളെ. എൻ്റെ തിരുമുഖം തിരുമുടി എന്റെ തിരുമുഖം തിരുമേനിയും ചോദിച്ചു ഭഗവതി കൽപ്പിച്ച പ്രകാരത്തിങ്കൽ എന്നെ തിരുമുടി അഴിക്കുകയായി. അരിയെറിഞ്ഞ് വന്ദിച്ച് ആയിരങ്ങൾ തിരുമുമ്പിൽ കാത്തിരിപ്പായി. തിരുമുടിയിലെ ഒരു ചെത്തിപ്പൂദളം അവർക്ക് അനർഘമുത്തുകളാണ്. ചീനിയുടെ വിലാപതാളം അമ്മയുടെ വിടചൊല്ലലിൻ്റെ ദുഃഖസാന്ദ്രതയെ ഘനീഭവിപ്പിക്കുന്നു. കോലധാരി വീണ്ടും മനുഷ്യജന്മത്തിലേക്ക് പിന്നടയാരംഭിക്കുകയായി. വിടവാങ്ങി